വെൽക്കം ടു സൈലം ലേണിംഗ് അനിറ്റമിസ് ആണ്. അപ്പോൾ എനിവേ നമ്മുടെ ഇതാ പുതിയൊരു അക്കാദമിക് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ 6th CBSE മക്കളാണ് അല്ലേ. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുവാണ്. നമ്മൾ 5th CBSE EVS എന്ന് പറയുന്നത് 6th എത്തുമ്പോഴേക്കും നമ്മൾ സയൻസ് ആയിട്ട് നമ്മൾ മാറുവാണ്. ആ സയൻസിൽ തന്നെ ധാരാളം ചാപ്റ്റേഴ്സ്, നമുക്ക് 12ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ എല്ലാ സ്റ്റാൻഡേർഡ്, അതായത് ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡിലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ട് ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഈ ഓരോ എക്സാമ്പിൾസിലും ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന മൂവ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് എന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാനായിട്ട് സാധിക്കുന്നത്? ഒരു മാവിൽ നിന്നും മാങ്ങ താഴോട്ട് വീഴുന്നു. അപ്പൊ ഇവിടെ ആ ഒരു മാംഗോക്ക് സംഭവിച്ചിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്രകാരമാണ്? നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ ഒരു മാംഗോ എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് താഴോട്ട് വീഴുന്നത്. അല്ലാതെ യാതൊരുവിധ വളവും തിരിവും ഒന്നുമല്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അത് താഴോട്ട് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു മോഷൻ, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നടക്കുന്ന ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ ലിഫ്റ്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഒന്ന് മുകളിലോട്ട് പോവും, ഒന്ന് താഴോട്ട് പോവും അല്ലെ. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് സ്ട്രെയിറ്റ് ലൈനായി തന്നെയാണ് ആ ഒരു ലിഫ്റ്റിന്റെ മൂവ്മെന്റും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിന്റെ മൂവ്മെന്റും നമുക്ക് ഈ പറയുന്നത് പോലെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ആ ഒരു പമ്പരം നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ പ്രായത്തിൽ നമ്മൾ കളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ ആക്സിസിന്റെ എലോങ് ആയിട്ടാണ് ഇവിടെ ആ ഒരു പമ്പരത്തിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൺ ആക്സിസിന്റെ ബേസിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ എർത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ എർത്തിന്റെ പ്രത്യേകത എന്താണ്? എർത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത്. നമ്മൾ പറയും എർത്തിന് റൊട്ടേഷൻ സംഭവിച്ചു എന്ന് നമ്മൾ പറയും. അപ്പൊ അതേ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദ മോഷൻ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫിഗറിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു സ്റ്റോൺ, ഒരു കല്ലുണ്ട്. ആ കല്ല് നൂലിൽ കെട്ടിയിട്ട് ഒരു കുട്ടി ഇങ്ങനെ എന്താണ് ചുഴറ്റുവാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ ആ കല്ലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? നമുക്കൊന്ന് വരച്ചു നോക്കാം. ആ ഒരു കല്ലിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിലാണ്. ദാറ്റ് ഈസ് ഒരു സർക്കുലാർ പാത്തിലൂടെയാണ്. ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് ആ കല്ലിന്റെ മൂവ്മെന്റ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. അപ്പൊ 3 തരത്തിലുള്ള മോഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫിഗറിലേക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാനായിട്ട് സാധിക്കുന്നത്? നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒരു തൂക്കുവിളക്ക് എന്ന് നമ്മൾ പറയും. തൂക്കുവിളക്ക് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലും ഇതൊരു മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ തൂക്കുവിളക്ക് ഏറ്റവും ഫസ്റ്റ് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് കാണിക്കാനാണ് മിസ് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. ഇതാണ് അതിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് അത് അനങ്ങാതിരിക്കുന്ന സ്റ്റാച്ചു ആയിട്ടിരിക്കുന്ന പൊസിഷൻ, ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. പക്ഷെ അത് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഇരുവശങ്ങളിലേക്കും അല്ലെങ്കിൽ ബോത്ത് സൈഡിലേക്കും അതിന്റെ ഒരു മൂവ്മെന്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ക്ലോക്കിന്റെ പെൻഡുലും ഇങ്ങനെയാണ്. ക്ലോക്കിന്റെ പെൻഡുലം എന്ന് പറഞ്ഞാൽ ആദ്യം അനങ്ങാതിരിക്കും. ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നീട് അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇരുവശങ്ങളിലേക്കും അല്ലെങ്കിൽ ബോത്ത് സൈഡിലേക്കും അതിന് മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും there is a movement along both side about the mean position. അതിന്റെ മീൻ പൊസിഷന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇതുപോലുള്ള മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വേണമെങ്കിൽ നെക്സ്റ്റ് ഫിഗറിലേക്ക് നോക്കിക്കേ. റബ്ബർ ബാൻഡ്. നെക്സ്റ്റ് ഫിഗറിൽ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യിക്കുവാണ്. നമുക്കറിയാം റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ ചുമ്മാ വെക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും
അതായത് ഈ ഒരു ഭാഗത്താണ് റബ്ബർ ബാൻഡ് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഇതാണ് അതിന്റെ മീൻ പൊസിഷൻ. പക്ഷെ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് രണ്ട് സൈഡിലേക്കും ബോത്ത് സൈഡിലേക്കും അതിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം നമ്മൾ വിചാരിക്കും ഇതും ഓസിലേഷൻ അല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഇതും ഓസിലേഷൻ ആണ്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ ഈ ഒരു ഓസിലേഷന്റെ കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഓസിലേഷനാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റാപ്പിഡ് ഓസിലേഷനെ നമ്മൾ മറ്റൊരു പേരിലാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓസിലേഷൻ നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഓസിലേഷൻ ആണ്. സോ നമുക്ക് അത് അത്ര പെട്ടെന്ന് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എനിവേ 5 ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ലീനിയർ മോഷൻ. ഓക്കെ, സെക്കൻഡ് നമ്മൾ പഠിച്ചത് റൊട്ടേഷൻ. തേർഡ് നമ്മൾ പഠിച്ചത് സർക്കുലർ മോഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഓസിലേഷൻ. ആൻഡ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത് വൈബ്രേഷൻ. അപ്പൊ ഈ 5 ടൈപ്പ് ഓഫ് മോഷനെ പറ്റി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ 4ാം ക്ലാസ് മുതൽ അതുപോലെ +2 അല്ലെങ്കിൽ നീറ്റ് ജെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതാത് ക്ലാസ്സുകളിൽ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ ആരെങ്കിലും നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എനിവേ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. ഈ ഒരു അക്കാദമിക് ഇയർ നമുക്ക് അടിപൊളിയാക്കണം, സെറ്റ് ആക്കണം, പവർഫുൾ ആക്കണം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.